ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഒരു നിമിഷത്തെ തെറ്റായ ചിന്തയും പ്രവൃത്തിയും നമ്മൾക്ക് പിന്നീട് ലഭിക്കേണ്ടിയിരുന്ന നേട്ടങ്ങളെയും വിജയങ്ങളെയും നഷ്ടപ്പെടുത്താറുണ്ട്. ചില നേരത്തെ തെറ്റായ ചിന്തയും പ്രവൃത്തിയും കാരണം ജീവിതത്തിൽ നമ്മൾ ആ തെറ്റായ തീരുമാനമെടുത്ത നിമിഷത്തെയോർത്ത് ദുഃഖിക്കാൻ ഇടവരാറുമുണ്ട്. ജീവിതത്തിൽ നമ്മുടെ ചിന്തകൾക്ക് വളരെ പ്രാധാന്യവും ശക്തിയുമുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. രാജു വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ്. അവൻ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരുന്നത്. എന്നും പട്ടണത്തിൽ പോയി ജോലി കണ്ടെത്തി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിച്ചിരുന്നത്. എല്ലാവർക്കും രാജുവിനെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ജോലിക്ക് പോയ രാജുവിന് അന്നേ ദിവസം ജോലിയൊന്നും കിട്ടിയില്ല. അന്ന് നിരാശനായി വീട്ടിലേക്ക് വന്ന രാജു വീടിന് മുമ്പിൽ നിൽക്കുമ്പോൾ വയസ്സായ ഒരു മനുഷ്യൻ 3 ചാക്കുകെട്ടുകളുമായി രാജുവിൻ്റെ വീടിൻ്റെ പടിക്കൽ വന്നു നിന്നു. അദ്ദേഹത്തിന് ആ 3 ചാക്കുകൾ എടുത്തുകൊണ്ട് പോവാൻ ബുദ്ധിമുട്ടായിരുന്നു. രാജുവിനെ കണ്ട ആ വയസ്സൻ രാജുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഈ 3 ചാക്കുകൾ ഒരുമിച്ചെടുത്തുകൊണ്ട് പോവാൻ എനിക്ക് സാധിക്കില്ല. താങ്കൾ എൻ്റെ ഈ ചാക്കുകളിൽ ഒന്നെടുത്ത് അടുത്തുള്ള ഗ്രാമം വരെ കൊണ്ടുവന്ന് തന്നാൽ ഞാൻ 3 വെള്ളി നാണയങ്ങൾ തരാം. രാജു സമ്മതിച്ചു. പിന്നീട് അതിലെ ഏറ്റവും വലിയ ചാക്കെടുത്ത് തലയിൽ വെച്ചു. ബാക്കി ചെറിയ 2 വയസ്സായ ആ മനുഷ്യനും എടുത്തു. ഈ ചാക്കിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ വെള്ളി നാണയങ്ങളാണെന്ന് പറഞ്ഞു. എന്നിട്ട് രാജുവിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ചാക്കുകെട്ടുമായി മുമ്പിൽ നടക്കണം. നിങ്ങൾ ഓടാതിരിക്കാൻ വേണ്ടിയാണ്. അത് കേട്ട് രാജുവിന് കുറച്ച് ദേഷ്യം വന്നു. രാജു ആ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ കള്ളനല്ല, നിങ്ങളെ സഹായിക്കാനാണ് വന്നത്. ആ വയസ്സൻ പുഞ്ചിരിച്ചു. അങ്ങനെ അവർ യാത്ര തുടർന്ന് ഒരു ചെറിയ പുഴയുടെ അടുത്തെത്തി. ആ പുഴ കടന്നു വേണം പോകാൻ. പുഴയിൽ തോണിയോ പാലമോ ഇല്ല. നടന്നു വേണം പുഴ കടക്കാൻ. അപ്പോൾ ആ വയസ്സായ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഈ 2 ചാക്കും കൂടി പിടിച്ച് ഈ പുഴ കടക്കാൻ പറ്റില്ല. അതിനാൽ ഒരു ചാക്കും കൂടി പിടിക്കണം. രാജു സമ്മതിച്ചു. പകരം 3 വെള്ളി നാണയങ്ങൾ കൂടി കൊടുക്കാമെന്ന് ആ വൃദ്ധൻ പറഞ്ഞു. ഈ ചാക്കിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ സ്വർണ്ണ നാണയങ്ങളാണെന്ന് ആ വൃദ്ധൻ രാജുവിനോട് പറഞ്ഞു. രാജുവിന് അത്ഭുതമായി. അപ്പോൾ ആ മനുഷ്യൻ രാജുവിനോട് പറഞ്ഞു, ഞാൻ ഈ പുഴ കടക്കുന്നതിനിടയിൽ നിങ്ങൾ ഈ 2 ചാക്കുകളുമായി കടന്നു കളയരുത്. രാജുവിന് വീണ്ടും ദേഷ്യം വന്നു. വൃദ്ധൻ പുഞ്ചിരിച്ചു. അങ്ങനെ രാജു വെള്ളി നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളുമുള്ള ചാക്കും പിടിച്ച് പുഴ കടന്നു. വൃദ്ധൻ ബാക്കിയുള്ള ഒരു ചാക്കുമായി രാജുവിന് പിന്നാലെ പുഴ കടന്നു. അവർ വീണ്ടും യാത്ര തുടർന്നു. അയൽ ഗ്രാമത്തിലെത്തണമെങ്കിൽ ഒരു കുന്നുകൂടി കയറണം. രാജു കുന്നു കയറാൻ തുടങ്ങിയപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് ഈ ചാക്കും പിടിച്ച് ഈ കുന്നു കയറാൻ സാധിക്കില്ല. അതിനാൽ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ചാക്കും കൂടി പിടിക്കുക. പകരം 3 വെള്ളി നാണയങ്ങൾ കൂടി തരാം. രാജു സമ്മതിച്ചു. എന്താണ് ഈ ചാക്കിലെന്ന് ചോദിച്ചപ്പോൾ ആ വയസ്സായ മനുഷ്യൻ പറഞ്ഞത് കേട്ട് രാജു ശരിക്കും ഞെട്ടി. അതിൽ വജ്രങ്ങളും വൈരങ്ങളുമാണെന്നാണ് വൃദ്ധൻ പറഞ്ഞത്. കൂടാതെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കുന്നു കയറുന്ന സമയം കൊണ്ട് നിങ്ങൾ ഈ 3 ചാക്കുകളുമായി കടന്നു കളയരുത്. രാജുവിന് ശരിക്കും ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ഞാൻ സത്യസന്ധനായ ചെറുപ്പക്കാരനാണ്, അല്ലാതെ കള്ളനല്ല. അങ്ങനെ അവർ കുന്നുകയറാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ വയസ്സായ മനുഷ്യൻ വളരെ പിന്നിലായി. ആ സമയം രാജുവിൻ്റെ മനസ്സിലേക്ക് ചില ചിന്തകൾ വരാൻ തുടങ്ങി. രാജു ചിന്തിച്ചു, ഈ വൃദ്ധനായ മനുഷ്യന് എന്തിനാണ് ഇത്രയധികം പണം? അദ്ദേഹത്തിന് ഇനി കൂടിപ്പോയാൽ കുറച്ചു വർഷങ്ങളെ ജീവിതം കാണൂ. ഞാനാണെങ്കിൽ ചെറുപ്പമാണ്, ജീവിതം ഇനിയും ബാക്കിയാണ്. ഈ വജ്രവും സ്വർണങ്ങളും സ്വന്തമാക്കിയാൽ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാം. ഈ വൃദ്ധനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത സ്ഥലത്ത് പോയി ജീവിക്കാം. ആ ഒരു തെറ്റായ നിമിഷത്തിലെ ചിന്ത കാരണം രാജു ആ 3 ചാക്കുകളുമായി ഓടാൻ തുടങ്ങി. ഒരുപാട് ദൂരം ഓടിയതിനു ശേഷം ചാക്കുകൾ അഴിച്ചു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അതിൽ വെറും കല്ലുകളായിരുന്നു. കൂടാതെ അതിൽ ഒരു കടലാസും അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഹേ ചെറുപ്പക്കാരാ, ഞാൻ ഈ ദേശത്തിൻ്റെ അധിപതിയാണ്. നിന്നെ പരീക്ഷിക്കാനായാണ് ഈ വേഷത്തിൽ നിന്റെ അടുക്കൽ വന്നത്. എനിക്ക് മക്കളില്ല. എൻ്റെ സ്വത്തിന് ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനായിരിക്കണം അവകാശിയായി ഭാവിയിൽ വരേണ്ടത് എന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നീ ഈ ചാക്കുമായി ഓടിയെങ്കിൽ നീ ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു. ഞാൻ നിന്നെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ നാട് വിട്ടു പോയിക്കൊള്ളുക. ആ ചെറുപ്പക്കാരൻ ഞെട്ടിത്തരിച്ച് അവിടെ ഇരുന്നു പോയി. തൻ്റെ ഒരു നിമിഷത്തെ തെറ്റായ ചിന്തയും പ്രവൃത്തിയും ആ ചെറുപ്പക്കാരൻ്റെ വലിയൊരു ഭാഗ്യം നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്, ജീവിതത്തിൽ തെറ്റായ ചിന്തകളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള കരുത്താർജിക്കുക. ഏതു കാര്യം ചെയ്യുമ്പോഴും രണ്ടാമതൊന്നുകൂടി ആലോചിക്കുക. ചില തെറ്റുകൾ നമുക്ക് തിരുത്താൻ വീണ്ടും അവസരം ലഭിച്ചെന്ന് വരില്ല.
ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.